അനുഭവം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലിക്ക് പോകാൻ കഴിയാത്ത സഹോദരിമാർക്ക് എങ്ങനെ സമ്പാദിക്കാം? ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഇതൊരു വെറും വീഡിയോ മാത്രമല്ല, നമ്മുടെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഓരോ സ്ത്രീയുടെയും മനസ്സിലുള്ള ഒരു ചെറിയ പേടിയെക്കുറിച്ചും അതിലുപരി വലിയൊരു സ്വപ്നത്തെക്കുറിച്ചുമുള്ള സംസാരമാണ്. പൊതുവെ പണം എന്ന് കേൾക്കുമ്പോൾ അത് വെറും വരുമാനം മാത്രമാണെന്ന് നമ്മൾ കരുതും. അതൊരു ആഡംബരമാണെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ സത്യം അതല്ല. ഒരു സ്ത്രീയുടെ കയ്യിലുള്ള സ്വന്തം പണമെന്നത് അവളുടെ ആത്മവിശ്വാസമാണ്, അവളുടെ സ്വയാഭിമാനമാണ്, അവൾക്കായുള്ള വലിയൊരു അടയാളമാണ്. നമ്മുടെ ഒട്ടനവധി സഹോദരിമാർ സങ്കടത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഒരു ചെറിയ ബ്ലൗസ് തയ്ക്കാൻ പോലും എനിക്ക് എൻ്റെ ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരുന്നു. കയ്യിൽ പണമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന്. നിങ്ങൾക്കായാണ് ഇന്ന് ഞാനൊരു മികച്ച കഥ പറയാൻ പോകുന്നത്. ഈ കഥ രണ്ട് സുഹൃത്തുക്കളുടേതാണ്. ഒരാൾ പണം ആസൂത്രണം ചെയ്യാതെ ചെലവാക്കി എങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കഷ്ടപ്പെട്ടെന്നും, മറ്റൊരാൾ വീട്ടിലിരുന്ന് തന്നെ ചെറിയ തുകകൾ സമ്പാദിച്ച് എങ്ങനെ തൻ്റെ കുടുംബത്തെ താങ്ങി നിർത്തിയെന്നും ഈ കഥ പറഞ്ഞു തരും. ജോലിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർക്ക് ഇതൊരു വലിയ പാഠമായിരിക്കും. കഥയ്ക്ക് ശേഷം വീട്ടിലിരുന്ന് എങ്ങനെ വലിയൊരു തുക സമ്പാദിക്കാം എന്നതിൻ്റെ 5 രഹസ്യങ്ങളും ഞാൻ പങ്കുവയ്ക്കാം. വീഡിയോ മുഴുവനായി കാണുക. ഇപ്പോൾ നമുക്ക് ആ കഥ കേൾക്കാം. കവിത, രമ്യ എന്ന് 2 സുഹൃത്തുക്കൾ. കവിത എങ്ങനെയുള്ളവളാണെന്നാൽ, ജീവിതം ഒരിക്കൽ മാത്രമേയുള്ളൂ, അത് ആസ്വദിക്കണം എന്ന് കരുതി വരുന്ന പണമെല്ലാം ആഡംബരങ്ങൾക്കായി ചെലവഴിക്കും. എന്നാൽ രമ്യ അങ്ങനെയല്ല. ഒരു അത്യാവശ്യം വന്നാൽ നമ്മുടെ കയ്യിൽ പണം വേണം എന്ന് കരുതി വീട്ടാവശ്യങ്ങൾക്കായി ലഭിക്കുന്ന പണത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന 5ഉം 10ഉം രൂപ പോലും രഹസ്യമായി കരുതി വയ്ക്കും. അപ്പോഴാണ് ആ രാത്രി വരുന്നത്. കവിതയുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെടുന്നു. പോലീസ് കേസാകാതിരിക്കാൻ ഉടൻ തന്നെ 50,000 രൂപ കെട്ടിവെക്കേണ്ടി വരുന്നു. ATM-ൽ പണമില്ല, ബാങ്ക് അവധിയാണ്. കവിത അലമാര തുറന്നു നോക്കുമ്പോൾ അവിടെ പുതിയ പട്ടുസാരികളുണ്ട്, പക്ഷേ ഒരു അത്യാവശ്യത്തിന് 100 രൂപ പോലും പണമായി കയ്യിലില്ല. ഇത്രയും സാരികൾ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ലല്ലോ എന്ന് പറഞ്ഞവൾ വാതിലിൽ നിന്ന് കരയുമ്പോൾ രമ്യ വരുന്നു. അവൾ സ്വരുക്കൂട്ടി വെച്ച ആ സമ്പാദ്യമെടുത്ത് കവിതയുടെ കുടുംബത്തെ രക്ഷിക്കുന്നു. രമ്യ എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം. ATM സെർവർ ഡൗൺ ആയേക്കാം, പക്ഷേ ഒരു വീട്ടമ്മയുടെ സ്നേഹം കലർന്ന സമ്പാദ്യം ഒരിക്കലും ഡൗൺ ആകില്ല. സഹോദരിമാരെ, ഈ കഥയിലെ രമ്യ ജോലിക്ക് പോകുന്ന സ്ത്രീ ആയിരുന്നില്ല, പക്ഷേ തൻ്റെ ചെറിയ ചെറിയ ലാഭിക്കലിലൂടെ ആ സമയത്ത് ഒരു മഹാലക്ഷ്മിയായി അവൾ മാറി. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ, എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പണം വരിക എന്ന് കരുതി നിങ്ങളെ തന്നെ കുറച്ചു കാണരുത്. നിങ്ങളുടെ ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണത്തിൽ നിന്ന് ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിങ്ങൾ മിച്ചം പിടിക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയൊരു ലൈഫ് ഇൻഷുറൻസ് പോലെയാണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എൻ്റെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് നിങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ബഹുമാനം കാണാം. ആ നിമിഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ധൈര്യമാണ് യഥാർത്ഥ സ്ത്രീ ശക്തി. ശരി സഹോദരിമാരെ, നമുക്കെങ്ങനെ ഇന്നു മുതൽ വീട്ടിലിരുന്ന് സമ്പാദ്യം തുടങ്ങാം എന്ന ആ 5 രഹസ്യങ്ങൾ നോക്കാം. ഇതൊക്കെ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. ആദ്യം നമ്മൾ നോക്കുന്നത് ചില്ലറ പൈസയുടെ മാന്ത്രികതയാണ്. ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ഇതിൻ്റെ ശക്തി വലുതാണ്. നമ്മൾ കടയിൽ പോയി വരുമ്പോൾ ലഭിക്കുന്ന ആ 1 രൂപയോ 5ഓ 10ഓ രൂപയോ എന്ത് ചെയ്യും? വെറും ചില്ലറയല്ലേ എന്ന് കരുതി ആ ബാഗിൽ തന്നെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ജനകരികിലോ അടുക്കളയിലെ 5 പെട്ടിക്ക് മുകളിലോ വയ്ക്കും. അവസാനം അത് എവിടെ പോയി എന്ന് പോലും അറിയാതെ കാണാതെ പോകും. ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്. ഒരു ചെറിയ മൺകൂട് അഥവാ ഉണ്ടിയൽ വാങ്ങുക. കാരണം മൺകൂടാണെങ്കിൽ പെട്ടെന്ന് പണമെടുത്ത് ചെലവാക്കാൻ തോന്നില്ല. ഓരോ തവണ കടയിൽ പോയി വരുമ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള ആ ചില്ലറകൾ തപ്പിയെടുത്ത് ആ കൂടിലിടുന്നത് ഒരു പുണ്യമായ കടമയായി മാറ്റുക. വീട്ടിലുള്ള മറ്റുള്ളവരോടും പറയുക, ആരുടെ കയ്യിൽ ചില്ലറയുണ്ടെങ്കിലും എനിക്ക് തരൂ എന്ന്. ഇന്ന് വെറും 3 രൂപയെ ലഭിച്ചുള്ളൂ എന്ന് സങ്കടപ്പെടേണ്ട. ആ 1 രൂപയും 2 രൂപയുമാണ് നാളെ നിങ്ങളുടെ കഷ്ടകാലത്ത് മുന്നിൽ വന്നു നിൽക്കുക. ഒരു 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് ആ കൂട് നിറയുമ്പോൾ അത് പൊട്ടിച്ചു നോക്കൂ.
അതിലുള്ള ചില്ലറകളും നോട്ടുകളും ചേർന്ന് 2000-3000 രൂപയോളം ഉണ്ടാകും. അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം നോക്കൂ. അടേപ്പാ, ഇത് നമ്മൾ സമ്പാദിച്ച പണമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഇത് വെറും പണമല്ല, നിങ്ങളുടെ ക്ഷമയും ലാഭിക്കലും ചേർന്നൊരുക്കിയ മാന്ത്രികതയാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്സ് കൈമേൽ കാശ് അഥവാ എമർജൻസി ക്യാഷ് ആണ്. എപ്പോഴും കയ്യിൽ പണം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വിചാരിക്കും ഫോണുണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ബാങ്ക് കാർഡുണ്ട്, പിന്നെന്തിനാണ് വീട്ടിൽ പണം വെക്കുന്നതെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരിമാരെ, സമയം പറഞ്ഞു വരാത്ത അർദ്ധരാത്രിയിൽ പെട്ടെന്ന് കുഞ്ഞിന് സുഖമില്ലാതെ വന്നാൽ ആശുപത്രിയിൽ പോകേണ്ടി വരും. ആ സമയത്ത് ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലാതായേക്കാം, അല്ലെങ്കിൽ ബാങ്ക് സെർവർ ഡൗൺ ആയി ആപ്പ് പ്രവർത്തിക്കാതിരിക്കാം. അപ്പോൾ പരിഭ്രാന്തിയോടെ ATM തേടി ഓടാൻ കഴിയുമോ? അപ്പോഴാണ് നമ്മുടെ അലമാരയിൽ രഹസ്യമായി ഒളിച്ചു വെച്ചിരിക്കുന്ന ആ 2000 രൂപയോ 5000 രൂപയോ ഒരു ദൈവത്തെ പോലെ മുന്നിൽ വരുന്നത്. നിങ്ങളുടെ ഭർത്താവ് പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോൾ നിങ്ങൾ മെല്ലെ അലമാര തുറന്ന് ആ പണം എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട്, വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ പണമുണ്ട്, നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ബഹുമാനം, അതാണ് യഥാർത്ഥ വിജയം. അതുകൊണ്ട് മാസം തോറും ഭർത്താവ് വീട്ടാവശ്യത്തിന് നൽകുന്ന പണത്തിൽ നിന്ന് ഒരു 100-200 എടുത്ത് ആരും അറിയാതെ ഒരു ഡപ്പിയിലോ ഡയറിക്കുള്ളിലോ നോട്ടുകളായി തന്നെ വെക്കുക. ഇത് ആഡംബരത്തിനല്ല, കുടുംബത്തിന്റെ സുരക്ഷയ്ക്കാണ്. ഓർക്കുക, മൊബൈൽ ബാലൻസ് 0 ആയേക്കാം, പക്ഷേ ബുദ്ധിയുള്ള ഒരു വീട്ടമ്മയുടെ കയ്യിലുള്ള പണം ഒരിക്കലും 0 ആകില്ല. ആ പണം കയ്യിലുണ്ടാകുമ്പോൾ കിട്ടുന്ന ധൈര്യം ഒന്ന് വേറെ തന്നെയാണ്. മൂന്നാമത്തെ ടിപ്സ്, ആഗ്രഹമാണോ അതോ ആവശ്യമാണോ? ഇതാണ് നമ്മുടെ സമ്പാദ്യമില്ലാതാക്കുന്ന പ്രധാന വില്ലൻ. നമ്മൾ ഒരു കടയിൽ പോകുന്നു എന്ന് കരുതുക. അവിടെ മനോഹരമായ ഒരു സാരിയോ തിളങ്ങുന്ന കമ്മലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡപ്പിയോ കാണുന്നു. അത് കണ്ടാലുടൻ നമ്മുടെ മനസ്സ് എന്തു പറയും? ഇത് കാണാൻ എത്ര രസമുണ്ട്, ഇത് നമ്മൾ വാങ്ങിയാൽ നന്നായിരിക്കുമല്ലോ എന്നൊരാഗ്രഹം ഉണർത്തും. ആ നിമിഷം നമ്മൾ അത് വാങ്ങി ബാഗിലിടും. എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്. ഏതൊരു സാധനം വാങ്ങുന്നതിന് മുൻപും 5 മിനിറ്റ് ആ സാധനം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, ഇതെനിക്കിപ്പോൾ തീർച്ചയായും വേണോ അതോ വെറും ആഗ്രഹത്തിന് വാങ്ങുന്നതാണോ? നിങ്ങളുടെ മനസാക്ഷി മറുപടി പറയും, ഇത് വെറുതെ നിറം കണ്ടിട്ടല്ലേ വാങ്ങുന്നത് എന്ന് മനസാക്ഷി പറഞ്ഞാൽ ആ സാധനം അവിടെ തന്നെ തിരിച്ചു വെക്കുക. ആ നിമിഷം നിങ്ങൾ ജയിക്കുന്നു. ഈ 500 രൂപ ഇല്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമോ എന്ന് ചിന്തിക്കുക. തീർച്ചയായും പോകും. ആ 500 രൂപ നിങ്ങൾ ചിലവാക്കാതെ മിച്ചം പിടിച്ചാൽ അത് നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് പോകും. ആഗ്രഹം കൊണ്ട് വാങ്ങുന്ന സാധനം 1 മണിക്കൂർ സന്തോഷം തരും. എന്നാൽ ആവശ്യമറിഞ്ഞ് നിങ്ങൾ മിച്ചം പിടിക്കുന്ന പണം ജീവിതകാലം മുഴുവൻ സമാധാനം നൽകും. ആ സമ്പാദ്യമാണ് പ്രതിസന്ധിയിൽ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുക. നാലാമത്തെ ടിപ്സ്, നിങ്ങളുടെ പേരിൽ ഒരു ചെറിയ നിക്ഷേപം. ഇതാണ് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ആത്മവിശ്വാസത്തെയും അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത്. മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കും, ഭർത്താവിന്റെ പേരിൽ സ്വത്തുണ്ടല്ലോ, മകന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അത് പോരെ എന്ന്. തീർച്ചയായും പോരാ. ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ചെറിയ പാസ്ബുക്ക് ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ഗമയുണ്ടല്ലോ, അത് മറ്റൊന്നിലും കിട്ടില്ല. മൺകൂടിൽ പണം ചേർക്കുന്നത് നല്ലതാണ്, പക്ഷേ അതൊരു ഘട്ടം കഴിയുമ്പോൾ വീട്ടു ചെലവുകൾക്കായി തീർന്നു പോയേക്കാം. അതുകൊണ്ട് ഒരു പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ പോകുക. അവിടെ നിങ്ങളുടെ പേരിൽ ഒരു RD ആരംഭിക്കുക. മാസം വെറും 500 രൂപയായാലും മതി. ആലോചിച്ചു നോക്കൂ, ഓരോ മാസവും ആ 500 രൂപ നിങ്ങൾ പോയി അടയ്ക്കുമ്പോൾ ആ പാസ്ബുക്കിൽ നിങ്ങളുടെ പേര് അച്ചടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാനും എന്തൊക്കെയോ നേടിയിട്ടുണ്ട് എന്ന തോന്നൽ നിങ്ങൾക്കൊരു രാജകുമാരിയെ പോലെയുള്ള അനുഭവം നൽകും. നാളെ ഒരു കല്യാണമോ അത്യാവശ്യമോ വരുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ കൈ നീട്ടാതെ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പണമുണ്ട്, ഞാൻ എടുത്തോളാം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഭർത്താവ് നിങ്ങളെ അത്ഭുതത്തോടെ നോക്കും. ആ നിമിഷം നിങ്ങളുടെ സ്വയാഭിമാനം ഉയർന്നു നിൽക്കും. നമ്മൾ മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പേരിലുള്ള ആ ചെറിയ സമ്പാദ്യമാണ് നിങ്ങളുടെ വ്യക്തിത്വം. അത് 500 രൂപയായാലും 5000 രൂപയായാലും നിങ്ങളുടെ പേരിലിരിക്കട്ടെ. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സ്, കണക്കെഴുതാൻ ശീലിക്കുക. ഇതാണ് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ കാവൽക്കാരൻ. നമ്മളിൽ പലരും വിചാരിക്കും, പണം വരുന്നു പോകുന്നു, ഇതിനെന്തിനാണ് കണക്ക്, എല്ലാം എൻ്റെ തലയിലുണ്ടല്ലോ എന്ന്. പക്ഷെ സത്യം എന്താണെന്നറിയാമോ?
മാസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപ എങ്ങനെ തീർന്നു എന്ന് നമുക്കറിയില്ല. പണം ആവിയായി പോകില്ല, മറിച്ച് നമ്മുടെ കണ്ണിൽപ്പെടാത്ത ചെറിയ ചെറിയ ചെലവുകളിലൂടെ അത് അലിഞ്ഞു പോകും. ഇനി മുതൽ ഒരു ചെറിയ ഡയറിയും പേനയും അടുക്കളയിലോ അലമാരയ്ക്ക് മുകളിൽ വയ്ക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്ന് എന്തൊക്കെ ചെലവാക്കിയെന്ന് 2 മിനിറ്റ് എഴുതുക. പാൽ 50, പച്ചക്കറി 100, കുട്ടികൾക്ക് സ്നാക്സ് 40 എന്നിങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വലിയ സത്യം മനസ്സിലാകും. അയ്യോ, അനാവശ്യമായൊരു കാര്യത്തിന് ഇന്ന് 100 രൂപ കളഞ്ഞല്ലോ എന്ന് തോന്നും. ആ തിരിച്ചറിവാണ് അടുത്ത ദിവസം ആ അനാവശ്യ ചെലവ് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുക. കണക്കറിഞ്ഞാലേ കാശ് കിട്ടൂ എന്ന് മുതിർന്നവർ പറയുന്നത് വെറുതെ അല്ല. വീടിന്റെ സാമ്പത്തിക കണക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിലാണെങ്കിൽ നിങ്ങളാണ് ആ വീടിന്റെ യഥാർത്ഥ മന്ത്രി. മാസാവസാനം ഡയറി നോക്കുമ്പോൾ ഇത്ര രൂപ മിച്ചം പിടിച്ചല്ലോ എന്ന് കാണുമ്പോൾ ഒരു വലിയ കമ്പനിയുടെ മാനേജറായ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. സഹോദരിമാരെ, ഈ 5 കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി തുടങ്ങുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് ഇനിയും ഒത്തിരി സംസാരിക്കാനുണ്ട്. ഇന്നു മുതൽ ഒരു ചെറിയ മൺകൂടോ അല്ലെങ്കിൽ ഒരു നിക്ഷേപമോ നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നു മുതൽ സമ്പാദിക്കാൻ തുടങ്ങുന്നു എന്ന് കമന്റിൽ പറയുക.